ഇന്ന് എൻ്റെ മോൾക്ക് ഒരു ന്യൂഡിൽസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും നോക്കി ഷെയറും കമൻറ്റും ലൈക്കും ചെയ്യണം. നോക്കാം. ആദ്യം അടുപ്പ് ഒരു ചീനിച്ചിട്ട് എണ്ണ രണ്ട് സ്പൂണോളം എണ്ണ, ഇച്ചിരി കടുക്, എണ്ണ ചൂടായിട്ട് കടുക് ഇടുക. ഞാനുണ്ടല്ലോ 2 സവാള, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഇത് ഇത്രയും അരിഞ്ഞെടുത്ത് ബീൻസ് ഇതൊക്കെ ഉള്ളി നന്നായിട്ട് വഴറ്റി ഒന്ന് കൊമ്പന്ന് വരുമ്പോൾ ഇത് നന്നായിട്ട് ചൂടായി നന്നായിട്ട് വരുമ്പോൾ പിന്നെ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇടുക. ഇത്രയും വഴറ്റിയെടുത്ത് ഉള്ളി ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ഒന്ന് വെന്ന് ഇതിന് ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, പച്ചക്കറിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ 2 മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, എന്നാലേ അത് ഇരുന്ന് വേവുള്ളൂ. എന്നിട്ട് ഒരു തിളച്ചിട്ടേ അതിൻ്റെ കൂടെ മസാല ചേർക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇപ്പം മസാല തന്നെ ഞാൻ ചേർക്കും. ചിലപ്പോൾ വീട്ടിൽ പൊടിച്ചിരിക്കുന്ന മസാലയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഏകദേശം പച്ചക്കറിയൊക്കെ വെന്നു.
അത് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നു. നമ്മുടെ മസാലപ്പൊടിയുടെ ഇതുണ്ടല്ലോ, അത് നമ്മൾ വീട്ടിലാണ് പൊടിച്ചത്. ആ പൊടി നമ്മൾ ഇട്ടിരുന്നില്ലല്ലോ. അപ്പോൾ അത് ഒരു സ്പൂൺ പൊടി എടുത്തിരുന്ന് ഇതിൻ്റെ കൂടെയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഏകദേശം കറി പോലെയായി. ഈ കറി പോലെയുള്ള ഇതിനെയാണ് ഈ നൂഡിൽസിൻ്റെ ഇത്. മാഗിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നേ. അതിൻ്റെ ഇതിൽ ഞാൻ ഇപ്പോൾ ചെയ്ത് തൊഴാന്ന് 10 മിനിറ്റ് ഉണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അഞ്ച് മിനിറ്റ് ഇതിപ്പോൾ അടച്ചു വെച്ചിരുന്ന പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വരെ. അഞ്ച് മിനിറ്റ് അങ്ങനെ ഒന്നും വേകട്ടെ. രണ്ടും കൂടി ഒന്ന് സെറ്റാകും. 2 മിനിറ്റിനകത്ത് വെള്ളമൊക്കെ വറ്റി സെറ്റായി കഴിഞ്ഞു. നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണവും ഉണ്ടാവും, അതിന് നല്ലൊരു ഗുണവും ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് അത് വെന്തു